ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Aachi's scookworld. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യുന്ന റെസിപ്പി ഫ്രൈഡ് മോമോസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ. മോമോസിൻ്റെ ഡൗ തയ്യാറാക്കാൻ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള അത്ര വെള്ളം. ഒരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന മൈദാമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യമുള്ള അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ഡൗ കിട്ടുന്നവരെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ക്യാബേജ് ഇവിടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എത്ര മോമോസാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രത്തോളം ക്യാബേജ് എടുക്കുക. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാള, 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു പകുതി തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുട്ട. ഒരു കടായിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്ങിന് ആവശ്യമുള്ളത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ചിക്കി തോർത്തിയെടുക്കാം. മുട്ടയും മസാലയും എല്ലാം നല്ല രീതിയിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവ് തൂവി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡൗ നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കണം. കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതേപോലെ പരത്തിയെടുക്കാം. ഇനി ഒരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് നമ്മൾക്ക് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത് എടുക്കാം. ഇതേപോലെ റൗണ്ട് ഷേപ്പിന് മാക്സിമം മാവ് യൂട്ടിലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മാവ് തീരെയും വേസ്റ്റ് ചെയ്യാതെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് മൈദാമാവ് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ച് വെക്കണം. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ റൗണ്ടിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന മാവ് വെച്ച് കൊടുക്കാം. അതിൻ്റെ നടുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മൈദാമാവ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് ഇത് മടക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇത് മടക്കി വെച്ച് കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ് എല്ലാം ഒരു ഡിസൈനുമാവും അതേപോലെ സീലും ചെയ്ത് വെക്കാം. ഇതേപോലെ എല്ലാ മോമോസും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂട് എണ്ണയിലോട്ട് മോമോസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാ മോമോസും ഫ്രൈ ചെയ്ത് എടുക്കാം. ഫ്രൈഡ് മോമോസ് തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.